ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഒരുപാട് കിച്ചണിലെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു കപ്പ് ചായയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ ഉപ്പുമാവിൻ്റെ കുക്കിംഗ് വീഡിയോ എടുത്തില്ല. അപ്പോൾ കഴിക്കുന്നത് ടേബിളിൽ വെച്ച് വിളമ്പുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള പാർട്ടേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഉപ്പുമാവ്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ ഗീയിലും കടുകും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കിയ ഉപ്പുമാവ്. അപ്പോൾ ഉപ്പുമാവും പഴവും ചായയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലഞ്ചും അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ലഞ്ചിലും ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ലഞ്ചിന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചൂട് ചോറ്, പിന്നെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കുറച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നമ്മൾ സവോള ഉപ്പും വിനേഗറും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് കൈകൊണ്ട് ഞെരടിയെടുത്തു. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കുറച്ച് മോര് കാച്ചിയത്, പിന്നെ ഇത് വൻപയർ തോരൻ, പിന്നെ ചമ്മന്തിപ്പൊടി, ഇനിയിപ്പോൾ മുട്ട എഗ്ഗ് ഓംലെറ്റ്, അതുപോലെ തന്നെ കുറച്ച് പപ്പടം ഫ്രൈ ചെയ്യണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുറച്ച് വിഭവസമൃദ്ധമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് കോംബോയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോംബോയാണ് ഇന്ന് ലഞ്ചിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ മോര് കാച്ചിയതും അതുപോലെ തന്നെ വൻപയർ തോരനും പപ്പടവും ഇതൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേനും ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉള്ളതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നാടൻ ഉച്ച ഊണ്, അതായത് നമുക്ക് ചോറും കറികളും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായപ്പോൾ പപ്പടവും പൊരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എഗ്ഗ് നമ്മൾ മുട്ടയും ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുട്ടയും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്നത് ഇക്കാക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ ഒരു ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഒക്കെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ അധികം മുട്ട എടുക്കാറില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ, ചിക്കൻ ഞാൻ കൂടുതലും പൊടികളൊക്കെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നോർമലി ഫ്രൈ ചെയ്യുകയാണ്. ഇന്ന് ചിക്കനിലേക്ക് കുറച്ച് ഇഞ്ചി ജിഞ്ചറും ഗാർലിക്കും ഒക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിക്കൻ ഫ്രൈക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് ചോറും കറികളും എടുത്തു. അപ്പോൾ ആവശ്യത്തിന് ചോറും അതുപോലെ തന്നെ വൻപയർ തോരനും ഒരു 2-3 പീസ് ചിക്കൻ ഫ്രൈയും കുറച്ച് സവോള അരിഞ്ഞതും ചമ്മന്തിപ്പൊടിയും പിന്നെന്താ വൻപയർ തോരൻ പപ്പടം ഒക്കെയാണ്. പിന്നെ ഞാൻ ഇന്ന് ചോറിലേക്ക് മോര് കാച്ചിയതല്ല, കുറച്ച് സാമ്പാർ. അപ്പോൾ സാമ്പാറും എനിക്ക് സാമ്പാർ ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പപ്പടം പൊരിച്ചതുള്ളത് കൊണ്ട് തന്നെ ചോറിന് സാമ്പാർ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചോറിന് സാമ്പാറും കൂട്ടിയാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ കറികളെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലഞ്ച് കോംബോയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഇന്ന് കിച്ചണിലെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അതിനുശേഷം ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വീറ്റ് ബോക്സിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡേറ്റ്സ് വിത്ത് നട്ട്സുകളാണ്. അപ്പോൾ നട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിസ്തായും അതുപോലെ തന്നെ വാൾനട്ടും അതുപോലെ തന്നെ കാഷ്യൂ നട്ടും ആൽമണ്ട്സും ഒക്കെ ചേർന്നിട്ട് അതൊക്കെ നമ്മുടെ ഡേറ്റ്സിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റ് ബോക്സ്. പിന്നെ നമ്മുടെ 2-3 അറബിക് സ്നാക്കായിട്ടുള്ള 2-3 ഐറ്റംസും കൂടി അതിൽ ഇതൊക്കെ ഒരു അറബിക് സ്നാക്ക് അതെല്ലാം കൂടെ നമുക്ക് വേണ്ടതനുസരിച്ച്. അപ്പം ഞാൻ ഒന്ന് എന്തെങ്കിലും കുറച്ച് സ്വീറ്റ് കഴിക്കാൻ തോന്നിയപ്പോൾ ബോക്സിൽ നിന്ന് 1-2 സ്വീറ്റ്സൊക്കെ എടുത്ത് ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കയ്യിൽ ഈ ഒരു സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വീറ്റ്സ് കഴിച്ച് ഞാൻ പിന്നെ മക്കൾക്കും എല്ലാവർക്കും ഓരോന്ന് എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിലെ പിസ്ത എന്നൊക്കെ പറയുന്നത് കാഷ്യൂ നട്ടും പിസ്താക്കും ഒരുപാട് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക്.
അതിനുശേഷം നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേനും നമുക്ക് ചായ, ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് ടൈമായി. അപ്പോൾ അതാ ഞാൻ ഒരു കപ്പ് ചായ എടുത്തു. ഒരു കപ്പ് ചായയും ഇന്ന് സ്നാക്കായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ മസാല കുക്കീസും അതുപോലെ തന്നെ ചക്ക വറുത്തതും പിന്നെ കുറച്ച് ഒരു ചീസ് എന്നൊക്കെ പറയുന്ന വേറെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പപ്സിൻ്റെ മുകളിലത്തെ പോർഷൻ പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ ലാസ്റ്റ് ഡിന്നറിന് വേണ്ടി റെഡിയാക്കിയിരുന്നത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറുമാണ്. ഇത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും എടുത്ത് അതും കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഒരുപാട് കുക്കിങ്ങും വിശേഷങ്ങളും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും വളരെ ഇഷ്ടപ്പെട്ട ഒരു ലഞ്ച് കോംബോയും ഈവനിങ് ടീ, സ്നാക്ക്, ഫേവറേറ്റ് ആയിട്ടുള്ള ഡിന്നറും എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മീൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഞാനത് എൻ്റെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.